വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മളെന്തായാലും കളിക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1 കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും കളിക്കാനായിട്ട് എന്തായാലും പോകണമെന്ന് വെച്ചാൽ ഓക്കെ. ഇത് വേറെ ലെവലായിട്ടുള്ളൊരു ഗെയിമുകളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഗ്രാനി ചാപ്റ്റർ 1 എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു ഗെയിമുകളൊക്കെ എന്തായാലും കളിച്ചെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, നമ്മളാണെങ്കിൽ ഇതിന് മുമ്പ് നമ്മളെന്തായാലും ഗ്രാനി 3 ഇല്ലേ, ഗ്രാനി 3 നമ്മൾ ഗ്രാനി 3 കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഏതാണ് കളിച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മളെന്തായാലും കംപ്ലീറ്റ് ആക്കിയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1 കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഗെയിം എന്തായാലും കളിച്ചെന്തായാലും നോക്കാം കേട്ടോ. ഇത് നൈസൊരു ഗെയിമുകളൊക്കെ ആണെന്ന് തോന്നണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എന്തോ ഒരു കുപ്പി പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് മറ്റേ ഒരു പാഡ്ലോക്കിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലമില്ല, അതാണെന്ന് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ റൂമിൽ കണക്കാണ് കിടക്കണേന്ന് വെച്ചാൽ ഓക്കെ, നമ്മുടെ മറ്റേ ഗെയിമിലാണെങ്കിൽ ഒരു സെല്ല് പോലത്തെ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഗെയിം കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സ്മൂത്തിങ്ങൊക്കെ ഭയങ്കര കുറവാണ്. നമുക്ക് ഭയങ്കര സ്ലോയിലേ നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൽ പിന്നെ ഗ്രാനി ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിലാണെങ്കിൽ ഗ്രാനികളൊക്കെ എന്തായാലും ഇല്ല കേട്ടോ. നമ്മളെന്തായാലും ഗ്രാനി ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രാക്ടീസ് മോഡാണ് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ബാറ്ററികളൊക്കെ ഇരിപ്പുണ്ട്, കാർ ബാറ്ററികളൊക്കെയാണ്. ഇതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് മിക്കവാറും നമ്മുടെ കാറില്ലേ, കാറൊക്കെ ഈ ഒരു ഗെയിമിൽ കണക്കെ പിന്നെ മിക്കവാറും കാർ എസ്കേപ്പ് കണക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ വല്ല സംഭവമായിരിക്കും ഗൈസ്. ഓക്കെ, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തോ ഒരു സാധനം കണക്കെ തട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാം ഒരു സ്ഥലത്ത് അങ്ങ് കൂട്ടിയിടാം ഗൈസ്. ഞാൻ ഇപ്പോൾ നമ്മൾ കിടന്ന രണ്ടാമത്തെ റൂമിൽ കണക്കെ ഞാൻ എല്ലാം കൂടെ എന്തായാലും കൂട്ടിയിടാനായിട്ട് എന്തായാലും പോവുകയാണ്. ഇവിടെ മൊത്തത്തിൽ നമുക്ക് എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് എന്തായാലും നോക്കാം ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഗൈസ്. ഇവിടെ ഒന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും ബാറ്ററിയും കണക്കി എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തായാലും ഇങ്ങോട്ടിപ്പോൾ കയറുകയാണെങ്കിൽ ഇവിടെ വേറെ ഒന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ റൂം മൊത്തത്തിൽ എന്തായാലും അരിച്ച് പറക്കി എന്തായാലും നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്തായാലും മൊത്തത്തിൽ എന്തായാലും തുറന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇതിൽ നമുക്ക് എന്തായാലും കട്ടിൻ പ്ലെയർ കണക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് ഇനി തോന്നുന്നു ആവശ്യമുള്ള വല്ല സാധനമായിരിക്കും. ഓക്കെ, ഞാൻ എന്തായാലും എല്ലാം ഒരു സ്ഥലത്ത് എന്തായാലും കൊണ്ടുപോയി കൂട്ടിയിടാനായിട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും ഗൈസ്. ഓക്കെ, നമ്മൾ നല്ല ഫാസ്റ്റിൽ പോകുമ്പോൾ അത്യാവശ്യം നല്ല ഇതാണ് ഇത് ഫാസ്റ്റിൽ നമ്മൾ ഈ ഒരു ആരോഗ്യങ്ങളൊക്കെ നീക്കണ സമയത്ത് അത്യാവശ്യം നല്ല സ്പീഡ് കണക്കെ എന്തായാലും ഉണ്ടായിരുന്നു. നമ്മൾ ഇത് മൊത്തത്തിൽ നമ്മൾ എന്തായാലും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് കട്ടിങ് പ്ലെയർ കിട്ടിയത്. ഇനി നമുക്ക് ഈ ഏരിയ കണക്കെ നോക്കാം. ഓക്കെ കേസ്, ഇതെന്ന് വെച്ചാൽ ഇപ്പുറത്തൂടെ ഉള്ള ഡോറുകളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അടുത്ത ഏരിയ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് എന്തായാലും നോക്കാം. ഓക്കെ, നമ്മൾ ഇതുവഴിയാണ് കയറിയെന്ന് പറയണത്. ഇത് നമ്മൾ കിടന്ന ആ റൂമാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്തായാലും അടയ്ക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഇത് കണക്കെ തുറക്കാം. ഓക്കെ ഗൈസ്, ഇതെന്ന് വെച്ചാൽ ബാത്റൂം കണക്കാണ്. എൻ്റെ പോലെ എന്തോണം അല്ലേടെ മൊത്തം അലിമ്പായി കിടക്കുന്ന ഒരു ബാത്റൂമാണ്. ഓക്കെ, എ പീസ് ഓഫ് എ പെയിൻറ്റിങ്. ഓക്കെ, അതൊരു പെയിൻറ്റിങ്ങിൻ്റെ പീസാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്രാനിയുടെ പടവും കണക്കെയാണെന്ന് തോന്നണം. ഇതൊക്കെ നമുക്ക് എല്ലാം ഒരു സ്ഥലത്ത് എന്തായാലും കൊണ്ടുപോയി കൂട്ടിയിടാൻ ഗൈസ്. ഓക്കെ, നമുക്ക് ആ ബോട്ടിൽ പോലത്തെ സാധനമല്ലേ നമ്മുടെ റൂമിൽ കിടന്നത്, അതും കൂടെ കൊണ്ടിടാൻ ഗൈസ്. ഓക്കെ, ചിലപ്പോൾ ആവശ്യം വരുമായിരിക്കും. ഓക്കെ, നമ്മളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് സാധനം എടുക്കാനും പറ്റും, കണ്ടുപിടിക്കാനും പറ്റും, സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്കിത് വയ്ക്കാം ഗൈസ്. ഓക്കെ, നമ്മളിതൊക്കെ നോക്കിയായിരുന്നല്ലോ. ഓക്കെ, നമ്മളിതൊക്കെ നോക്കിയിട്ടുണ്ട്, ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല നമുക്കിനി ഈ ഒരു റൂം എന്തായാലും മൊത്തത്തിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. ഇത് ബാത്റൂം കണക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെന്തായാലും തുറന്നു. ഇതിൻ്റെ അതൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതിൽ കാർ എസ്കേപ്പ് കണക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ റൂമുകളെല്ലാം തന്നെ എന്തായാലും തുറന്നു നോക്കിയിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു റൂമുണ്ട്. ഇത് ഈ റൂമിലുള്ള വന്നതാണ് കേസ്. ഓക്കെ, ഇവിടെ പിന്നെ ഒരു ഡോറ് കണക്കെ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ലോക്ക് കണക്കെ എന്തായാലും അൺലോക്കാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും എന്തായാലും ലോക്ക് ചെയ്ത് നേരെ അൺലോക്കാണ്. ഓക്കെ കേസ്, എനിക്ക് തോന്നുന്നു ഇത് മറ്റേ സ്പൈഡറില്ലേ, സ്പൈഡർ കണക്ക് കിടക്കും. എന്തോ അതെന്താണ്? അവിടെ പൊളിഞ്ഞടക്കായിരുന്നല്ലേ കേസ്. എനിക്ക് തോന്നുന്നു സ്പൈഡറില്ലേ, സ്പൈഡറുള്ള ഏരിയ കണക്കായിരിക്കും മിക്കവാറും അതെന്ന് പറയണത്. നമ്മുടെ ഒരു ലൈഫ് കണക്ക് പോയി കേട്ടോ, നമ്മൾ മറിഞ്ഞടിച്ച് വീണായിരുന്നു. എന്തായാലും നമുക്കെന്തായാലും അങ്ങോട്ടെന്തായാലും ജസ്റ്റ് എന്തായാലും ഒന്ന് പോയി നോക്കണം കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു 5 അറ്റംപ്റ്റ് വരെ ഇതിലുണ്ടെന്ന് തോന്നണം. ഓക്കെ, നമുക്കെന്തായാലും കണ്ട വഴി നമുക്ക് സ്പീഡിൽ എന്തായാലും പോകാം കേസ്. നമുക്കെന്തായാലും അതെന്തായാലും എന്താണെന്ന് നമുക്ക് നോക്കണുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പൊളിഞ്ഞ് വീണെന്ന് പറയണം. ഇതെല്ലാം നമ്മൾ നോക്കിയതാണ് കേസ്. ഓക്കെ, ഈ റൂമൊക്കെ നമ്മൾ നോക്കിയതാണ്, ബാത്റൂം, പിന്നെ ഈ റൂമൊക്കെ നമ്മൾ കയറി ഫുൾ സെർച്ച് ചെയ്തതാണ്. ഓക്കെ, ഇതുവഴിയാണ് നമ്മൾ വന്നതെന്ന് പറയണം. നമ്മളിതിപ്പോൾ പോയ സ്ഥലമാണ് മിക്കവാറും നമ്മുടെ എട്ടുകാലിയില്ലേ, എട്ടുകാലി. ഓക്കെ, എട്ടുകാലിയുള്ള സ്ഥലമായിരിക്കും മിക്കവാറും എന്ന് പറയണത്. എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഒക്കെ, ഇവിടെ ഒരു ഡോറ് കണക്ക് ഉണ്ടെന്നുണ്ട്. എനിക്ക് മിക്കവാറും തോന്നുന്നത് എട്ടുകാലിയുള്ള സ്ഥലം തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്തായാലും നോക്കാം. ഓക്കെ, ഐ നീഡ് എ ഹാമർ. ഓക്കെ,
നമുക്കപ്പോൾ ഇതൊന്നും തുറക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇതെന്താണ് അതിയുടെ സ്പെഷ്യൽ കീയൊക്കെ എന്തിനാണ്? ഇത് ഒളിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇതെന്തായാലും മാറ്റാനൊന്നും തന്നെ പറ്റുന്ന തന്നെ ഇല്ല കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പുറത്ത് പോകണം. അപ്പുറത്ത് പക്ഷെ പോകണമെങ്കിൽ ഇച്ചിരി പണിയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കെന്തായാലും അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല കേസ്. കാരണം വെച്ചാൽ നമുക്ക് അങ്ങോട്ട് മൊത്തം പൊളിച്ചടക്കാണ്. ഓക്കെ, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും താഴെ എന്തായാലും പോകാം. നമുക്ക് ഈ വീടിൻ്റെ അടി ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് സ്പെഷ്യൽ കീയും വേണം, പിന്നെ വേറെ എന്തോ ഒരു കീ കൂടെ വേണം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് മൊത്തം കണ്ടുപിടിക്കാം. ഓക്കെ, ഇതെന്താണ്? പക്ഷെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുകയാണ് കേസ്. ഓക്കെ, ഈ വീട്ടിലൊറ്റ ഇതുണ്ട് കേസ്, മറ്റേ ഒരു റോബോട്ടുണ്ടല്ലോ, റോബോട്ടുണ്ടോ? എൻ്റെ പൊന്നി, ഇതെന്താണ്? ടു ബി സൂൺ. ഓ, ഗ്രാൻഡ് മൊത്തം പൂട്ടിയിട്ട് പോകണല്ലോ. ഓ, എനിക്ക് തോന്നുന്നു കേസ് നമ്മുടെ ഈ ഒരു മെയിൻ ഡോർ എസ്കേപ്പ് കണക്ക് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് മൊത്തം പൂട്ടിയിരിക്കുന്നത്. ഈ ഗെയിമിൽ മറ്റേ റോബോട്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, നമ്മുടെ മറ്റേ ഗെയിമിലുള്ള ആ ഒരു റോബോട്ട്. ഇത് തുറക്കാൻ പറ്റും. ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. ഓ, അതിനീടെ റിമോട്ട് കൺട്രോൾ എന്തോന്നടെ ഈ ഗെയിമിൽ ഒന്നും ഇല്ലല്ലോ. ഇതെന്താണെന്ന് എനിക്കറിയണം. ഓക്കെ, നമ്മളങ്ങനെ വേറൊരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ മിക്കവാറും നമ്മുടെ സ്പൈഡർ ഉണ്ടായിരിക്കും കേട്ടോ, നമ്മുടെ 8 കാലി. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല കേസ്. ഓക്കെ കേസ്, ഇവിടെ ഇരിപ്പുണ്ടൊരു സാധനം, പീസ് ഓഫ് പിക്ചർ. ഇത് തന്നെയാണ് കേസ്. ഓക്കെ, നമുക്കിത് മിക്കവാറും എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, നമ്മൾ ഈ റൂമിലാണ് എല്ലാം കൊണ്ട് വെക്കണേന്ന് പറയണത്. ഓക്കെ, നമുക്ക് എന്തായാലും പിന്നെ എല്ലാം കൂടെ എന്തായാലും ഒരുമിച്ച് എന്തായാലും കൊണ്ടുപോകാം. ഓക്കെ കേസ്, അവിടെ നമ്മുടെ എന്തോ ഒരു സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേസ്. ഓക്കെ, മിക്കവാറും എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മുടെ വെപ്പൺ കീ മിക്കവാറും നമുക്ക് എന്തായാലും വേണ്ടി വരും കേസ്. ഇത് എന്താണെന്ന് എനിക്കറിയണം. നമ്മുടെ റോബോട്ടിൽ നിന്ന് അടിക്കണം കേട്ടോ, അതവിടെ നിന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഏരിയ മൊത്തത്തിൽ സെർച്ച് ചെയ്താലും നോക്കാം കേസ്. ഓക്കെ, ഇത് മൊത്തത്തിൽ നമ്മുടെ ഇതാണ്. ഓക്കെ, ഇതെന്താണ് കേസ്? ഓക്കെ, എൻജിൻ പാത്ത്. ഓ, മിക്കവാറും കേസ് ഇത് നമ്മുടെ കാർ എസ്കേപ്പിൻ്റെ വല്ല സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും മിക്കവാറും കാർ എസ്കേപ്പ് കണക്ക് എന്തായാലും ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇതിൽ ഹെലികോപ്റ്റർ എസ്കേപ്പ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, അതെനിക്കറിയണം. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും എന്തായാലും ഒരു സ്ഥലത്ത് എന്തായാലും കൊണ്ടുവയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമുക്കിനി നേരെ എന്തായാലും അടിയിൽ പോകാൻ കഴിച്ചു. എന്നിട്ട് നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം കഴിച്ചു. ഇതൊന്നും നീക്കാൻ പറ്റില്ലല്ലോ. ഇല്ല കേസ്, ഇതൊക്കെ എന്തോ ഒരു സാധനമാണ്. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഓക്കെ, ഇവിടെ നമ്മുടെ TV ഇരിപ്പുണ്ട്, ഗ്രാനിയുടെ TV. അല്ലാതെ വേറെ തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു സാധനങ്ങളൊക്കെ തുറക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് എന്തിനുള്ളതാണെന്ന് എനിക്കറിയണം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ബുക്കും കൂടെ എന്തായാലും അവിടെ കൊണ്ടിടാം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും ഗൈസ് എല്ലാം എവിടെയാണ് കിടക്കണേന്നൊക്കെ. നമുക്കെന്തായാലും ഈ ഒരു ബുക്കില്ലേ, ബുക്ക് ഇവിടെ വെക്കാം നമുക്ക്. പക്ഷെ എല്ലാം നമ്മൾ ഒരു സ്ഥലത്താണ് കൊണ്ട് ഇടണേന്ന് പറയണത്. ഓക്കെ, നമുക്കിനി ആ ഏരിയ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യാം ഗൈസ്. ഓക്കെ, എന്തെങ്കിലും കിട്ടാൻ വഴിയില്ല. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു റൂമൊക്കെ എന്തായാലും ജസ്റ്റ് എന്തായാലും നോക്കട്ടെ. ഈ ഒരു റൂം കണക്കെ ലോക്കാണ്. ഇതാണ് മിക്കവാറും എന്തെങ്കിലും വെച്ച് തുറക്കേണ്ടതായിരിക്കും. ഓക്കെ, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ഇതെന്താണ്? ഓ ഗൈസ്, ഇതെന്ന് വെച്ചാൽ ബാക്കിലുള്ളൊരു ഇത് നല്ലതാണ് കേട്ടോ. നമുക്ക് പിന്നെ ഇതുവഴി തിരിച്ചു കയറാൻ പറ്റുമോ? ഇതുവഴി തിരിച്ചു കയറാൻ പറ്റും. ഇതൊക്കെ ബാക്കിലുള്ള എന്തോ ഒരു സംഭവം നല്ലതാണ്. നമ്മുടെ ഈ റോബോട്ട് എവിടെ കിടന്ന് അടിക്കണം, അതെനിക്കറിയണടാ. വേണ്ട, ഈ ഡോറാണ്. അപ്പോൾ എനിക്ക് അതൊന്ന് അകത്തുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കെന്തായാലും ഇത് തുറക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, ഇതെന്ന് വെച്ചാൽ ഷെഡാണെന്നാണ്. ഓക്കെ, ഇവിടെ എന്തോ അണ്ടർഗ്രൗണ്ട് കണക്ക് എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതെന്താണ്? നമുക്ക് പോകാൻ പറ്റുമോ തോന്നുന്നു. നമുക്ക് കുനിഞ്ഞേ പോകാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. ഓക്കെ, നമുക്കെന്തായാലും കുനിഞ്ഞാൽ തന്നെ പോകാം. ഓ, മിക്കവാറും ഇവിടെ ആയിരിക്കും ഗൈസ് നമ്മുടെ 8 കാലിയില്ലേ, 8 കാലി ഉള്ളതെന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും. ഓക്കെ, അതേപോലത്തെ ഒരു സ്ഥലവും കണക്കാണ്. ഇവിടെ എന്തോ ഒരു ലെറ്ററുകളൊക്കെ എന്തായാലും ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിതൊന്നും ആവശ്യമില്ല ഗൈസ്. ഓക്കെ, നമുക്കിവിടെ ഇറങ്ങിയേക്കാം. നമുക്കിതിൻ്റെ അടി മൊത്തത്തിൽ എന്തായാലും സെർച്ച് ചെയ്ത് ഇവിടെ ചെറിയൊരു ഇതുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് നൈസായിട്ട് തുറക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഏതൊരു റൂമിൽ കണക്ക് എത്തിയിരിക്കുകയാണ്. കാർ മിക്കവാറും ഈ ഏരിയയിൽ കണക്കായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, അതിനിടെ സേഫ് കീ മിക്കവാറും ഇതിൽ നിന്നായിരിക്കും നമ്മുടെ മറ്റേ വെപ്പൺ കീ ഇല്ലേ, അത് കിട്ടണമെന്ന് പറഞ്ഞാലോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിലോട്ട് പോവാം. ഓ ഗൈസ്, നമ്മൾ കാർ ഫൈനലി കണ്ടുപിടിച്ചേക്കാണ്. ഇതാണ് കാറെന്ന് പറയണത്. പക്ഷെ എൻ്റെ പൊന്നെ, കാറ് മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണല്ലോ. ഓക്കെ, ഇതിൻ്റെ അത് മിക്കവാറും എന്തെങ്കിലും കാണാനായിട്ട് ചാൻസ് ഉള്ളതാണ്. ഓക്കെ, പക്ഷെ അതിൻ്റെ അതൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ കാറിൻ്റെ സാധനം വയ്ക്കുകയാണ്. നമുക്ക് എൻജിൻ്റെ പാത്ത് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനിടെ കാർ കീ. ഓക്കെ, കാർ കീ ഉണ്ടായാലും നമുക്ക് ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ ഒന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ മറ്റേ നമ്മുടെ തോക്കിൻ്റെ ഉണ്ടായിരിപ്പുണ്ട് കേട്ടോ. മിക്കവാറും നമ്മുടെ
ഏതാണ് ഇതിൽ എന്തായാലും വല്ല ഗണ്ണോ വല്ലതും ഉണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, അതിൻ്റെ വല്ല സംഭവമായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഏരിയ മൊത്തത്തിൽ എന്തായാലും ഒന്ന് സെർച്ച് ചെയ്താലും നോക്കാം ഗൈസ്. ഇവിടെ തന്നെ ഒന്നുമില്ല. ഓക്കെ, നമുക്കിനി എന്തായാലും മുകളിലോട്ട് എന്തായാലും പോകാം ഗൈസ്. അതിന് നമുക്ക് മാക്സിമം നമുക്ക് എന്തായാലും കാർ എസ്കേപ്പ് ചെയ്യാനായിട്ട് നോക്കാം ഗൈസ്. കാരണം വെച്ചാൽ കാർ എസ്കേപ്പിനുള്ള ഓൾമോസ്റ്റ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഓക്കെ ഗൈസ്, നമ്മുടെ മറ്റേ പിക്ചറിൻ്റെ പീസ് ഇവിടെയാണ് വെക്കേണ്ടത്. ഓ, ഗ്യാസ് ഓയിൽ. എടാ, ഈ സാധനം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഗ്യാസ് ഓയിൽ. ഇത് നമ്മുടെ കാറിന് യൂസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർഗ്രൗണ്ടിലുള്ള വഴി എവിടെയായിരുന്നു? അയ്യോ, അണ്ടർഗ്രൗണ്ടിലുള്ള വഴി എവിടെയായിരുന്നു? ഞാൻ മറന്നുവല്ലോ. എൻ്റെ അപ്പോൾ അണ്ടർഗ്രൗണ്ടിലുള്ള വഴി എവിടെയായിരുന്നു? ഇങ്ങോട്ടെന്തോ ആയിരുന്നില്ലേ? ഇല്ല, അത് വേറെ ഏരിയ. അണ്ടർഗ്രൗണ്ടിലോട്ട് വഴി എവിടെയായിരുന്നു? ഇവിടെ എന്തോ ആയിരുന്നല്ലോ. അണ്ടർഗ്രൗണ്ടിലുള്ള വഴി ഞാൻ മറന്നു. ഏതെവിടെയായിരുന്നു? ഇവിടെ എന്തോ ആയിരുന്നല്ലോ. ഓഹ്, ഇതെന്താണ്? ഓ, ഇങ്ങോട്ടാണ് കേസ്, ഇങ്ങോട്ടാണ്. ഓക്കെ, ഞാൻ മറന്നുപോയി. ഈ ഗ്യാസ് ഓയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമുക്കിത് എഞ്ചിനിൽ ഒഴിക്കാനുള്ളൊരു സാധനങ്ങളൊക്കെ ആണെന്ന് വെച്ചാലൊക്കെ ഗ്യാസ് ഓയിൽ കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും ഈ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിരിക്കാം. ഇതെന്താണ്? ഇതെന്താണെന്ന് എനിക്കറിയണം. ഓക്കെ, സ്പാർക്ക് പ്ലഗ് അങ്ങനെ എന്തോ ഒരു സാധനങ്ങളൊക്കെ നമുക്കെന്തായാലും ഗ്യാസ് ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൂടെ മതിയായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും നേരെ മേളിലോട്ട് പോകെ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തേട്ടോ. നമ്മുടെ ഒരു പിക്ചറിൻ്റെ പീസില്ല, അത് ഇവിടെയാണ് കേട്ടോ വെക്കേണ്ടതെന്ന് പറയണത്. ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇനി തിരിച്ചിറങ്ങാം കേസ്. ഓക്കെ, ഇതിന് എന്തോ ഒരു ഫ്ലോർ പോലത്തെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട് കേസ്. ഓക്കെ, ഇവിടെ ഇത് മിക്കവാറും നമ്മുടെ വീടിൻ്റെ മേളിലോട്ടായിരിക്കും കയറണമെന്ന് പറയണം. ഓക്കെ, അങ്ങനെയായിരിക്കും. ഓക്കെ, ഇറങ്ങി വിടാം, അങ്ങ് നോക്കിയോ കേസ്. കേസ് ഇത് വീടിൻ്റെ ഈ ഒരു ഏരിയയിലോട്ടാണ് വന്നതെന്ന് പറയണത്. ഓക്കെ, നമ്മൾ ഇത് തുറന്നില്ലായിരുന്നല്ലോ. ഇത് എന്തായിരുന്നു? ഇത് തുറക്കാനാണ് റിമോട്ട് കൺട്രോൾ വേണം കേസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മൊത്തം സെർച്ച് ചെയ്താണ്. നമുക്കിനി അടുക്കള നമുക്ക് എന്തായാലും സെർച്ച് ചെയ്ത് നോക്കണം. നമ്മൾ അടുക്കള സെർച്ച് ചെയ്തില്ലായിരുന്നു. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ബാക്ക് വഴി പോയി കേസ്. അതെന്തായാലും ബാക്ക് നമ്മളെന്തായാലും സെർച്ച് ചെയ്തില്ല കേട്ടോ. അത് നമ്മൾ മറന്നേ. നമുക്കെന്തായാലും ബാക്ക് വശം കണക്ക് നോക്കാം. ഓക്കെ കേസ്, ഇവിടെ ആയിട്ട് പിന്നെ ഒരു ഡ്രെയിൻ കണക്ക് വരുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ 8 കാലിങ് കണക്ക് ഉള്ളതെന്ന് പറയണം. ഓക്കെ, എനിക്കറിഞ്ഞൂടാ. ഇതെന്താണ്? പട്ടിക്കൂടാ. ഓക്കെ, എനിക്കറിഞ്ഞൂടാ. ഇതൊന്ന് ഫുള്ള് ലോക്കാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് മറ്റേ കോക്കോനട്ട് മത്തങ്ങയൊക്കെ പൊളിക്കാനുള്ള സ്ഥലമാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വല്ലതും കിട്ടുമോ ഷെഡിൽ നിന്നൊക്കെ? നമ്മുടെ ഏതാണ് മറ്റേ ഗെയിമിലാണെങ്കിൽ ഇതൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നമ്മുടെ മറ്റേ അണ്ടർഗ്രൗണ്ടാണ്. ഓക്കെ, ഇതെന്തോ ഒരു മാപ്പ് പോലത്തെ സാധനം ഇവിടെ 1. ഓ, മിക്കവാറും കേസ് ഇവിടെ ഇപ്പോൾ ഒന്ന് 1 എന്ന് പറഞ്ഞ് കൊടുത്തില്ല. മിക്കവാറും നമ്മുടെ മറ്റേ ഇതാണ്. അയ്യോ, മറന്നുവല്ലോ. മിക്കവാറും കൂടെ മറ്റേ സാധനത്തിൻ്റെ ആയിരിക്കും കേസ്. എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമുക്കെന്തായാലും തിരിച്ചെന്തായാലും ഇതിൻ്റെ അകത്തെന്തായാലും കയറാം കേസ്. അങ്ങനെ നമുക്ക് കിച്ചൺ ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേസ്. ഓക്കെ, കിച്ചണിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കുമല്ലോ, അല്ലാതെ ചാൻസ് ഇല്ല. ഓക്കെ, ഓ, സ്പെഷ്യൽ കീ കിട്ടി. ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സ്പെഷ്യൽ കീ കിട്ടി കേസ്. ഓക്കെ, എനിക്കറിയണേ സ്പെഷ്യൽ കീ വെച്ച് എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്പെഷ്യൽ കീ ഇവിടെ എന്തോ ആയിരുന്നല്ലോ വയ്ക്കേണ്ടത്. ഓക്കെ, സ്പെഷ്യൽ കീ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓ, ഇവിടെ എന്തോ തുറന്നല്ലോ. ഇതിൻ്റെ മുകളിൽ എന്തായിരിക്കും? ഓ, 8 കാലിയുള്ള സ്ഥലമല്ലേ ഇത്? അപ്പം താഴെ കണ്ടതാ? എനിക്കറിഞ്ഞൂടാ കേസ്. ഓക്കെ, 8 കാലിയുള്ള സ്ഥലമാണെന്നാണ് ഇതെന്ന് വെച്ചാൽ. അപ്പം താഴെയുള്ള സ്ലെൻഡറീനയുടെ അമ്മയായിരിക്കും. എനിക്കറിഞ്ഞൂടാ കേസ്. നമുക്ക് എന്തായാലും നോക്കിയൊക്കെ നമ്മുടെ സ്ലെൻഡറീനയുടെ അമ്മ വല്ലായിരിക്കും. ഇവിടെ നമുക്ക് ഹാമറാണ്, അത് നമുക്ക് എന്തായാലും കൊണ്ടുവരാം. ഓക്കെ, നമുക്കെന്തായാലും നേരെ അടിയിലോട്ട് എന്തായാലും പോകാം കേട്ടോ. നമുക്കെന്തായാലും കിച്ചൺ ഇനി ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും സെർച്ച് ചെയ്ത് എന്തായാലും നോക്കണം. ഓക്കെ, ഈ വീട് ഭയങ്കര ചെറുതാണ് കേട്ടോ. ഈ വീട് വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമ്മുടെ ഈ റോബോട്ട് എവിടെ കിടന്നാണ് അടിക്കണതെന്ന് എനിക്ക് മനസ്സിലാവണം കേട്ടോ. നമ്മുടെ റോബോട്ടിനെ കാണാനും ഇല്ലാതെ എവിടെയെന്ന് പോലും എനിക്ക് അറിയണം കേസ്. ഓക്കെ, നമ്മൾ ഇത് മൊത്തം സെർച്ച് ചെയ്തല്ലേ, ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും തന്നെ ഇല്ല. ഇത് മൊത്തം നോക്കാം. ഓ ഗൈസ്, നമ്മുടെ പെയിൻറ്റിങ് കാണാൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാനിയുടെ പെയിൻറ്റിങ് പീസ് ഇതെല്ലാം താഴെ വരെ കൊണ്ടുപോകണം. ഞാൻ എന്തായാലും ഈ ഒരു പെയിൻറ്റിങ് പീസില്ല, അതെന്തായാലും ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ ഗ്രാനിയുടെ ഫോട്ടോകളൊക്കെ നമ്മളെന്തായാലും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു പീസ് കൂടെ വേണം ഗൈസ്. അത് നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല ഗൈസ്. നമ്മൾ ബാക്കിയെല്ലാം നമ്മളെന്തായാലും സെറ്റാക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കെന്തായാലും നമ്മുടെ ഏതാണ് കിച്ചൺ ഫുള്ളായിട്ട് നമ്മളെന്തായാലും അരിച്ചുറങ്ങണം. നമ്മൾ കിച്ചൺ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തില്ല. ഓക്കെ, നമുക്ക് കിച്ചണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും
ഇതെല്ലാം തള്ളി തറയിലിട്ട് നമുക്ക് എന്തായാലും കിച്ചൺ ഇവിടെ മൊത്തത്തിൽ എന്തായാലും സെർച്ച് ചെയ്ത് തുറക്കാൻ പറ്റത്തില്ല. നമുക്കിത് മൊത്തം തുറക്കാം. ഇതെന്താണ്? ഓ, പാർട്ട് ഓഫ് ഷോട്ട് ഗൺ. എനിക്ക് തോന്നിയത് നമുക്ക് എന്തായാലും താഴെ എന്തായാലും ഒരു ഷോട്ട് ഗണ്ണിൻ്റെ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയില്ല. മിക്കവാറും അതിനുള്ള സാധനം വല്ല ആയിരിക്കും. നമുക്ക് എന്തായാലും ഇതിവിടെ ഡ്രോപ്പ് ചെയ്ത് തരിക. ഓക്കെ, ഇത് പാർട്ട് ഓഫ് ഷോട്ട് ഗൺ. ഓക്കെ, അങ്ങനെ എന്തൊരു സംഭവമാണോ? ഇതൊക്കെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിം കളിക്കണേന്ന് പറയണം, ഈ ഗ്രാനിയുടെ ഈ ഒരു വെർഷനൊക്കെ. ഇവിടെ ഇപ്പോൾ എല്ലാം ചെക്ക് ചെയ്തെല്ലാം നമ്മളൊക്കെ കിച്ചൺ കഴിഞ്ഞു. നമുക്കിനി ചെക്ക് ചെയ്യാനായിട്ട് സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് തോന്നണല്ലേ. യെസ്, നമുക്കെന്തായാലും മൈക്രോവൻ തുറന്നു നോക്കാം. നമുക്കെന്തായാലും നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ എന്തൊരു സാധനം ഉണ്ടല്ലോ, കോഡ്. എവിടെ കോഡ്? ഓ, നമുക്കൊരു കോഡ് കിട്ടി ഗൈസ്. ഓക്കെ, മറ്റേ പാഡ്ലോക്കിയുടെ കോഡായിരിക്കും. എന്തൊരു കോഡ്? ഇതിലൊന്നുമില്ലല്ലോ. പാഡ്ലോക്ക് കോഡ് അങ്ങനെ എന്തൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് മിക്കവാറും നമ്മുടെ മറ്റേ ഒരു ഫ്രണ്ട് ഡോറിൽ ഇവിടെ വല്ല സ്കാൻ ചെയ്യാനും വല്ല ആണോ? ഓ, ഐനിയുടെ മാസ്റ്റർ കീ, ഐനിയുടെ കട്ടിംഗ് പ്ലെയർ. നമുക്ക് മിക്കവാറും നമ്മുടെ ഈ എസ്കേപ്പ് ചെയ്യണം. ഐനിയുടെ ഹാമർ. കാർ എസ്കേപ്പിനെക്കാളും നല്ലത് ഇതാണെന്ന് തോന്നുന്നു. ഇതെന്താണ് ഈ മണി അടിച്ചോണ്ടിരിക്കണേ? ഈ സാധനമായിരുന്നു അപ്പം ഇത്രയും നേരം അടിച്ചോണ്ടിരുന്നത്. നമുക്കിനിയില്ല. നമ്മുടെ ഏതാണ് മാസ്റ്റർ പാഡ്ലോക്കി കിട്ടിയിട്ടില്ല. മാസ്റ്റർ കീയും പാഡ്ലോക്കിയും മതി ഗൈസ്. ഓക്കെ, നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. ഓക്കെ, ഇവിടെ എന്തൊരു സാധനം ഉണ്ടല്ലോ, ഐനിയുടെ സ്പൈഡർ കീ. എൻ്റെ പൊന്നെ, എന്തുമാത്രം കീ ഉള്ളല്ലേ. ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഗെയിം മൊത്തത്തിൽ ഇച്ചിരി റിസ്ക് പിടിച്ച സംഭവമാണ്. ഓക്കെ, നമുക്ക് ഈ ഏരിയയൊക്കെ മൊത്തം നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് പിന്നെ കാറിൻ്റെ പാത്തും അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കെന്തായാലും അതൊക്കെ നമുക്കെന്തായാലും ഒന്ന് ഓക്കെ ആക്കാം. നമുക്ക് എന്തായാലും ഇത് ഇവിടെ എന്തായാലും ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കിനി എന്തായാലും നേരെ എന്തായാലും മേളോട്ട് എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്നിട്ട് പോയിട്ട് നമ്മുടെ കാറിൻ്റെ ഒരു സാധനങ്ങളൊക്കെ ഇല്ല, നമുക്ക് എന്തായാലും അത് പോയി എടുക്കാം. ഏതെങ്കിലും ഒരു എസ്കേപ്പ് ചെയ്തേ പറ്റും ഗൈസ്, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ, നമുക്കിത് കൊണ്ട് നേരെ അടിയിൽ പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് കാർ സെറ്റ് ചെയ്യാം ഗൈസ്. എനിക്ക് തോന്നുന്നു കാർ മിക്കവാറും നമുക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നണം. ഓക്കെ, നമുക്ക് എന്തായാലും അടിയിലോട്ട് എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞൊക്കെ നമ്മുടെ കാറിൻ്റെ പാത്ത് കണക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓയിൽ കാര്യങ്ങളൊക്കെ ഒഴിക്കണ്ട്. ഗ്യാസ് ഓയിൽ കാര്യങ്ങളൊക്കെ. ഓ, ഐനിയുടെ വ്രഞ്ച്. ഓ, നമുക്ക് വ്രഞ്ച് എന്നൊരു സാധനം വേണം ഗൈസ്. ഓക്കെ, നമ്മുടെ ഷോട്ട് ഗണ്ണിൻ്റെ ഒരു ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്, പാത്ത് കാര്യങ്ങളൊക്കെ. ഐനിയുടെ പാഡ്ലോക്കി. ഓ, ഇവിടെയും പാഡ്ലോക്കിയുടെ ആവശ്യമുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഒക്കെ, നമുക്കെന്തായാലും ഇവിടെ മൊത്തത്തിൽ എന്തായാലും നോക്കി നോക്കാം. ഓ, സേഫ് കീ, പാഡ്ലോക്കി, സ്പൈഡർ കീ. പക്ഷേ എൻ്റെ പൊന്നെ, എന്തോരം കീ അല്ലേ. ഇതൊക്കെ എനിക്ക് തോന്നല്ല കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, സേഫ് കീ ഇവിടെ വേണം. ഓക്കെ, നമ്മുടെ ഗ്രാനിയുടെ ഫോട്ടോ ഉണ്ട്. നമുക്കിനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം, എന്നാലേ അത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഐനിയുടെ കട്ടിംഗ് പ്ലെയർ. ഇതൊക്കെ എന്ത് ചെയ്യാനാണ്? ഇത് മാറ്റിയിടാൻ പറ്റുമോ? ഓ, ഇവിടെ ചെറിയൊരു സീക്രട്ട് ഏരിയ ഉണ്ട് കേട്ടാ. ഇതെങ്ങോട്ട് പോണേന്ന് എനിക്കറിഞ്ഞൂടാ. ഇതെന്താണ്? ഓ, ഐനിയുടെ സ്ക്രൂ ഡ്രൈവർ. എനിക്ക് തോന്നുന്നു മിക്കവാറും മുകളിലിരിക്കണ ഒരു സംഭവമല്ല, അത് മിക്കവാറും സ്ക്രൂ ഡ്രൈവർ ആയിരിക്കും. അതൊക്കെ എന്താണ്? ഇവിടെ കയറി നോക്കാം. പക്ഷെ എൻ്റെ പൊന്നെ, ആരൊക്കെയോ വെട്ടി അടിച്ച് ഇവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഗ്രാനി കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ആരുടെ ബോഡിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയണം. നമ്മളെ സാധനം മാറ്റിയോണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. ഓക്കെ, പക്ഷെ എൻ്റെ ഇത്രയും നല്ല ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു ഈ വീടിന്. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? സ്പാർക്ക് പ്ലഗ്. ഈ സാധനം നമുക്ക് വേണം ഗൈസ്, കാറിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, നമുക്ക് ഇതെന്തായാലും തുറന്നു നോക്കാം. ഓ, ഐനിയുടെ വെപ്പൺ കീ. ഇതെന്താണ്? ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഇവിടെ നമ്മുടെ ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പാത്തിരിപ്പുണ്ട്. നമുക്കില്ല, ഫസ്റ്റ് എന്തായാലും ഈ ഒരു സാധനം കൊണ്ടുപോയി അവിടെ കൊണ്ട് നമുക്ക് വെച്ചിട്ട് എന്തായാലും വരാൻ കേസ്. നമ്മുടെ ഏതാണ് വണ്ടി കിടക്കാൻ സ്ഥലമല്ലേ. നമുക്കിതെന്തായാലും അവിടെ സെറ്റ് ചെയ്തിട്ട് എന്തായാലും
വരാം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും കാർ അടക്കണ ഏരിയയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ് അങ്ങനെ എന്തോ ഒരു സാധനമല്ല ഇതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്തായാലും അവിടെ പോയി വയ്ക്കാൻ മിക്കവാറും എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് തന്നെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, സ്പാർക്ക് പ്ലഗ് നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. ഓക്കെ, ഓടാ സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? അതിനിടെ വ്രഞ്ച്. ഓക്കെ, വ്രഞ്ച് നമുക്ക് വേണം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന്. ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പാത്ത് നമ്മൾ വേറെ എവിടെയോ കൊണ്ട് നമ്മൾ ഇടണം. ഡ്രോപ്പ് ഇതെന്താണ്? ഇതെന്തോ ഒരു സാധനമാണ്. നമുക്കിനി പോയിട്ട് ആ പാത്ത് എടുത്തിട്ട് വരാം. ഓക്കെ, ഷോർട്ട് ഗണ്ണ് വെച്ചാൽ അത്യാവശ്യം വലിയ ഉപയോഗം ഇല്ലെന്ന് തോന്നുന്നു. ഉപയോഗം പറഞ്ഞെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കതല്ലാതെ അവിടെ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അവിടെ നിന്ന് എന്തെങ്കിലും വെട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും അതെന്തായാലും ചെയ്യണം. ഇവിടെ കുറേ വിളക്ക് പോലത്തെ എന്താ ഇരിപ്പുണ്ട്. ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ. യെസ്, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഡോർ അടയ്ക്കാനായി ഇതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കിനി നേരെ മേളിലോട്ട് പോകാം യെസ്. ഓക്കെ, ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ സെർച്ച് ചെയ്താണ്. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വെപ്പൺ കീ വേണം. ഓക്കെ, സേഫ് കീ, വെപ്പൺ കീ, എന്തൊക്കെ സാധനങ്ങളല്ലേ. ഷോർട്ട് ഗണ്ണിൻ്റെ പറ്റാത്തിരിപ്പുണ്ട്. ഇതെന്താണ്? ഓ, ഇവിടെ ഇങ്ങനെ ഒരു സീക്രട്ട് ഏരിയ ഉണ്ടാ. യാടാ, നമുക്കൊരു ഇതാണ് സ്ലെൻഡറിയുടെ പാവയെ കിട്ടിയിട്ടുണ്ട്. വീൽ ക്രാങ്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയൂടെ. ഇത് വലിയൊരു വീടാണ് കേട്ടോ. കാണുമ്പോൾ ചെറിയ വീട് പോലെ തോന്നുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു വലിയൊരു വീടാണ്. ഓക്കെ, നമ്മളിതിപ്പോൾ എങ്ങോട്ട് വന്ന് ഗൈസ്? ഇതെവിടെയാണ്? ഓ, ഇത് നമ്മുടെ ഈ ഒരു ഏരിയ ആണ് ഗൈസ്. ഓക്കെ, നമ്മുടെ സൈഡിലുള്ള ആ ഏരിയ ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മൊത്തം സെർച്ച് ചെയ്തതാണ്. ഓക്കെ, നമുക്കപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ലെൻഡറിയുടെ ആ ഒരു പാവയല്ലേ, പാവയെ കൊണ്ടിടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും മിക്കവാറും. ഓക്കെ, നമുക്കെന്തായാലും അതെന്തായാലും ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും സ്ലെൻഡറിയുടെ റൂം എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ ആ ഒരു വീൽ ചെയറൊക്കെ ഇരിക്കുന്ന മുകളിലുള്ള ആ ഒരു പോർഷൻ മിക്കവാറും അതായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും അങ്ങോട്ടെന്തായാലും പോയി നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്ന് നേരെ എന്നാലും അങ്ങോട്ട് പോകാം. പക്ഷെ അവിടെ പോകണമെങ്കിൽ നമുക്കൊരു പ്ലാങ്കിൻ്റെ ഒരു ആവശ്യമാണ്. എന്തായാലും അവിടെ ഓൾറെഡി മൊത്തം പൊളിഞ്ഞത്തോടുകൂടി വീടാണ് കേസ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു പ്ലാങ്കിൻ്റെ ഒരു ആവശ്യം എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇതാണ് ആ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും നമുക്ക് പോകേണ്ടതെന്ന്. നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വേണമെങ്കിൽ നോക്കായിരുന്നു. പക്ഷേ ഞാനൊരു ഇതിന് ഇല്ല കേസ്. ഓക്കെ, ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ മറ്റേ സ്പൈഡർ ഉള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, ഓ, സ്പൈഡറിൻ്റെ തൊണ്ടാ എനിക്കറിഞ്ഞൂടാ. ഞാൻ രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. കൊന്നടാ, കൊന്ന്. ഇതിനെക്കാളും നല്ലത് മിക്കവാറും അതിൻ്റെ താഴെ നിന്ന് ചാടിച്ചാവണമായിരുന്നു. ഓക്കെ, പക്ഷേ ഇതെനിക്ക് തോന്നുന്നുള്ള കേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഡേ 3. ഓ മൈ ഗോഡ്, ഇതെന്ത് ഗെയിമാണല്ലേ, ഭയങ്കര ഹാർഡായിട്ടുള്ള ഗെയിമാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ സ്ലെൻഡറിൻ്റെ ടെഡ്ഡി ഉണ്ട്. ഓക്കെ, ടെഡ്ഡിയെ ചോദിച്ചൊന്നും ചെയ്യില്ല. ഒരു മീറ്റ് കണ്ടുപിടിക്കണം കേസ്. ഓക്കെ, മീറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ലീവ് ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് കഷ്ടമാണല്ലേ. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, നമുക്ക് അത് എടുക്കണമെങ്കിൽ. പക്ഷെ നമുക്ക് നമ്മുടെ വെപ്പണില്ല. വെപ്പൺ നമുക്ക് സെറ്റാക്കണം. അല്ലെങ്കിൽ ഇതായാലും മതിയല്ലേ. നമ്മുടെ മറ്റേ ഇത് ഷോർട്ട് ഗണ്ണ് നമുക്ക് നല്ല റെഡിയാക്കാൻ വേണമെങ്കിൽ. നമ്മുടെ ഏതാണ് ഷോർട്ട് ഗണ്ണ് നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കി. ഇവിടെ നിന്ന് ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ എന്തോ ഒരു സാധനം കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് പോക്കെ. ഇവിടെയും പിന്നെ എന്തോ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ നമ്മുടെ ഈ ഒരു പാത്ത് എടുക്കാം. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ. നമുക്ക് ഈ ഏരിയ ഫുൾ അവിടെ നിന്ന് സെർച്ച് ചെയ്ത് എന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നും തന്നെയല്ല. നമുക്ക് എന്തായാലും തിരിച്ച് നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോകട്ടെ. എന്തായാലും അഥവാ ഗ്രാനി വന്നാലും ശരി, നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യങ്ങളില്ല. കുറേ സ്ഥലങ്ങളുണ്ട് ഈ വീട്ടിൽ ഒളിക്കുക. ഓക്കെ, ഷോർട്ട് ഗൺ ഒന്ന് റെഡിയാക്കാം കേസ്. ഓക്കെ, അത് പക്ഷേ റെഡിയാക്കണമെങ്കിൽ ഇനിയും കുറേ സാധനങ്ങൾ വേണം കേസ്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ ആ പാത്തോടെ വെച്ചിട്ടുണ്ട്. ഇനി തോന്നുന്നു ഇനി ഒരു പാത്തൂടെ വേണമെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ആ മെയിനായിട്ടുള്ള ബോഡി. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ഓക്കെ, എനിക്കറിയാൻ പാടില്ല. ഓക്കെ, നമുക്കെന്തായാലും എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഷോർട്ട് ഗണ്ണ് കണക്കാണ് എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വെച്ചാൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അത് നമുക്ക് എന്തായാലും സെറ്റാക്കാനായിട്ട് എന്തായാലും പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും
മേളിലോട്ട് എന്നാലും പോവാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ക്രൂ ഡ്രൈവർ അങ്ങ് എടുക്കാൻ കഴിയും. ഒരടി അടിച്ചാൽ സ്ക്രൂ ഡ്രൈവർ വരുമെന്ന് തോന്നണം. ഓക്കെ, എനിക്കറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും കറക്റ്റ് എന്തായാലും ഉന്നം നോക്കി അടിക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അതങ്ങനെ തറയിൽ പോയിട്ടുണ്ട്. യെസ്, ഫൈനലി വി ഗോട്ട് സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, നമ്മളെന്തായാലും ഗണ്ണെല്ലാം റെഡിയാക്കി. ഇനി ഈ ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ട് നമുക്ക് നേരെ എന്തായാലും അടിയിൽ പോകും. എന്നിട്ട് നമുക്ക് എന്തായാലും ഇതിലേക്കൂടെ കയറാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഇവിടെ സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്ക് എന്തായാലും തുറക്കാം. ഇനി സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും നല്ലത് കിട്ടണേ എനിക്ക് ആവശ്യമുള്ളത്, പ്ലീസ്. ഓ, ഇതെന്താണ്? ഇതെന്തൊക്കെ? ഓ, പാഡ്ലോക്കി. പക്ഷേ റെസ്റ്റിംഗ് പാഡ്ലോക്കി, ഇതെന്തിൻ്റെ യൂസാണെന്ന് എനിക്കറിയണം. നമുക്ക് എന്തായാലും ഇവിടെ മുകളിൽ 7-8 സ്ഥലത്ത് പാഡ്ലോക്കി യൂസ് ചെയ്യേണ്ടതുണ്ട് കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ മണ്ടൊക്കെ അറിയാം. ഇവിടെ ആയിരിക്കും മിക്കവാറും ഈ പാഡ്ലോക്കി യൂസ് ചെയ്യേണ്ടത്. അത് വെപ്പണിക്കാണ്. ഓക്കെ, സോറി. ഇതൊഴി ഇപ്പോൾ എന്തായാലും ഇതൊഴി വന്നതല്ലേ. ഓക്കെ, ഇതൊഴി കൂടെ ചാടി കയറിയ പോരെ. യെസ്, ഓക്കെ, നമുക്ക് ഈ ഡോർ ഓർക്കാം. അപ്പോൾ ഈ പാഡ്ലോക്കി എവിടെയായിരുന്നു യൂസ് ചെയ്യേണ്ടത്? ഓ, ഫ്രണ്ടിലാണെന്ന് തോന്നണല്ലേ. അതിനിടെ പാഡ്ലോക്കി ഇതല്ല. അപ്പോൾ പാഡ്ലോക്കി, ഓ, ഇത് ഫുള്ള് റെസ്റ്റ് ആണല്ലേ. റെസ്റ്റ് ഈ പാഡ്ലോക്കി. എനിക്ക് തോന്നുന്നു ഈ ഒരു കീ നമ്മൾ മിക്കവാറും നമ്മളെന്തായാലും എന്തെങ്കിലും ചെയ്ത് നമ്മളിത് വാഷ് ചെയ്തെല്ലാം എടുക്കണമായിരിക്കും. എനിക്കറിയണം. ഇവിടെ എന്തോ ഒരു കോഡ്, എന്തോ ഒരു സാധനം ഉണ്ടോ. നമുക്ക് ഈ കോഡ് ഇവിടെ അടിക്കണോ? ഇവിടെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നല്ലോ, അതേ മറന്നു. ഓക്കെ, നമ്മുടെ ഈ ഷോർട്ട് ഗൺ നമുക്ക് എടുത്തേക്കാം. ഇത് പക്ഷേ വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലോ ഇനി. യെസ്, ഇത് വെച്ച് ഇനി വലിയ ഉപയോഗം തന്നെ ഇല്ല. ഇതെന്താണ് സാധനം? ഓ, ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു. അത് ശരിയാണെന്ന് തോന്നണം കേട്ടോ. നമുക്ക് പോയിട്ടില്ല, ഒരു ഉണ്ട എടുത്തിട്ട് വരാം. ഓക്കെ, അവിടെ മിക്കവാറും എന്തെങ്കിലും കാണാമായിരിക്കും. ഓക്കെ, പക്ഷേ എന്നാലും ഓക്കെ, ഇവിടെ നമ്മുടെ ഒരു ഇവിടെ നമുക്ക് ഉണ്ടായിരിക്കും ആമോ. അവിടെ എന്തോ ഉണ്ട് കേസ്. ഓക്കെ, അതാണ് നമുക്കത് മാറ്റാൻ പറ്റാത്ത. അടിച്ചോക്കെ. ഓ, അവിടെ ഒന്നുമില്ലടേ, ചുമ്മാ ഒരു ബുള്ളറ്റ് കളഞ്ഞു. ഓക്കെ, ബുള്ളറ്റ് കാം. ഇവിടെ ആയിരിക്കും ഇനി ആ പാഡ്ലോക്കി. ഓ, അവിടെ സ്പൈഡർ കീയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ പൊന്നെ, എന്ത് റിസ്ക് പിടിച്ച പരിപാടിയാണല്ലേ. നമുക്കെന്തായാലും കാർ എസ്കേപ്പ് നോക്കി നോക്കാം. നമുക്കെന്തായാലും ഇനിയും കാറിൻ്റെ കുറച്ച് സാധനങ്ങളൂടെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. നമുക്കൊരു ഫ്രഞ്ച് വേണം. ഓക്കെ, ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ കട്ടിങ് പ്ലെയറാണ്. ഓക്കെ, ഇതുകൊണ്ട് എന്ത് ഉപയോഗമെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, നമുക്കെന്തായാലും നേരെ താഴെ പോകാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ഈ ഒരു കാറിൻ്റെ ബാറ്ററി അങ്ങ് വയ്ക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും ഇതിലേക്കൂടെ പോവാം. അയ്യോ സോറി. ഓക്കെ, ഇതിലേക്കൂടെ പോവാം. കാറിൻ്റെ ബാറ്ററി നമുക്ക് എന്തായാലും കൊണ്ടുവയ്ക്കാം. ഓക്കെ, കാർ എസ്കേപ്പെങ്കിലും നടക്കുമോ? ഈ ഡോണ്ടിനോ. കാറിൻ്റെ ബാറ്ററി അപ്പോൾ ഇവിടെ വയ്ക്കേണ്ട? ഇവിടെ. യെസ്, കാറിൻ്റെ ബാറ്ററി ഇവിടെ വെച്ച് ഗ്യാസ് ഓയിൽ ഇതെവിടെ വയ്ക്കേണ്ട? അതിനിടെ ഫ്രഞ്ച് ഇവിടെ ആയിരിക്കുമോ? അപ്പോൾ ഇവിടെ ഒന്നും അല്ല കേസ്. ഇവിടെ ഫ്രഞ്ച് എന്തോ വെക്കണം. ഇവിടെ ആയിരിക്കുമോ? അതിനിടെ ഫ്രഞ്ച് എവിടെ നിന്നാണ് കിട്ടണതെന്ന് എനിക്കറിയൂടാ. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ ആ ഒരു ഏതാണ് സ്ലെൻഡറിയുടെ അമ്മയല്ലേ, സ്ലെൻഡറിയുടെ അമ്മയുള്ള ആ ഒരു ഏരിയയിലായിരിക്കും മിക്കവാറും നമ്മുടെ ആ ഒരു ഇതുള്ളതെന്ന് പറയണം. ഇനിയുള്ള ബാക്കി കളികളൊക്കെ. ഓക്കെ, അവിടെ ആയിരിക്കും ഇനിയും ബാക്കിയുള്ള സാധനങ്ങൾ ഉള്ളതെന്ന് പറയണത്. എന്താ അവസ്ഥയാണല്ലേ. നമുക്ക് മര്യാദയ്ക്ക് ഒരു എസ്കേപ്പും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസൊക്കെ. നമുക്കെന്തായാലും നേരെ നമ്മുടെ ഒരു ബാക്കിലോട്ട് പോകാം. ഞാൻ 2 കളിപ്പിച്ച് പോകാൻ രണ്ട് കളിപ്പിച്ച് പോവേണം. ഇവിടെ നിന്നൊന്നും തന്നെ എനിക്ക് കിട്ടിയില്ല കേട്ടാ. ഇവിടെ 1 എന്ന് പറയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും എന്തിൻ്റെങ്കിലും പാസ്വേഡ് വല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ ഏതാണ് ഹാമർ വേണം കേസ്. ഓക്കെ, ഹാമർ കിട്ടിയിട്ടല്ലോ ഇതുവരായിട്ടും. അതിനിടെ കീ ഇവിടെ എന്ത് കീയാണ്? പ്ലേ ഹൗസ് കീ. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. കുറേ കീ കണ്ടുപിടിക്കാണ്ട് കേട്ടോ. നമുക്ക് ഇതായിട്ട് മര്യാദയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ 2 കളിപ്പിച്ച് നമ്മുടെ സ്ലെൻഡറിനയുടെ അമ്മ ഇരിക്കണ ആ ഒരു സ്ഥലത്തോട്ട് പോവേണം. എന്താവുമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. മിക്കവാറും ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പതുക്കെ പോവാം. ഇവിടെ ഇപ്പം ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ നല്ല സ്ലെൻഡറിൻ്റെ അമ്മയുള്ള
എനിക്കറിഞ്ഞൂടെ ഗൈസ്. ഓ ഇത് മറ്റേ ഒരു സ്ഥലമാണ്, ഇത് സിലിണ്ടറിയുടെ അമ്മയുടെ സ്ഥലമാണ്. അതിനിടെ ഹാമർ ഉണ്ടായാലല്ലേ ഹാമർ വെച്ച് കളിയുള്ളൂ. എന്താണ് എസ്കലേറ്ററാ? ഓ ഇതെന്തരടാ ചേടാ, ഇത് മറ്റേ ഏരിയ അല്ലേ? ഇത് മറ്റേ ഏരിയയാണ്. ഇതിൻ്റെ വല്ലതുണ്ടോ? ഒന്നുമില്ല ഗൈസ്. ഏതെങ്കിലും ഒരു കീ കിട്ടിയാലും മതി എനിക്ക്. ഇവിടെയൊക്കെ ഹാമറാണ് യൂസ് ചെയ്യേണ്ട. പക്ഷിയുടെ അകത്ത് ഇതെന്താണ്? ഓ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടല്ലേ. നമുക്കിവിടെ എന്തോ ഒരു എംറ്റി ബൗൾ ഇവിടെ എന്തോ ഇട്ട് കൊടുക്കാമെന്നാണ്. ബേർഡിൻ്റെ സീഡ്. ശേടാ ഇതെന്താടാ, ഒന്നും കിട്ടിയില്ലല്ലോ എനിക്ക്. ഇവിടെ എന്തോ ഒരു സാധനം ഇട്ട് കൊടുക്കണം കേട്ടാ. ഇവിടെ ചിമ്മിനി ഉണ്ട് അതേപോലെ. ഇവിടെ ബേർഡിൻ്റെ സീഡ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഹാമർ വേണം. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ നമുക്ക് നേരെ അടിയിൽ പോകാം ഗൈസ്. അതായിരിക്കും നമുക്ക് നല്ലത്. നമ്മൾ അവിടെയല്ല ഒരു റൂം കണ്ടായിരുന്നല്ലോ. റൂമിൽ കയറാം. ഈ ഡോർ ലോക്കാണടാ. അപ്പം ഈ ഗെയിമിൽ നമ്മുടെ സ്പൈഡർ അല്ല സിലിണ്ടറിയുടെ അമ്മയല്ലേ? ആവട്ടെ, എനിക്കറിയാൻ പാടില്ല. ഓക്കെ ഇവിടെ എന്തോ ഒരു വിൻഡോ ഉണ്ട്. ഇതൊന്നും തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് കിട്ടണത് എനിക്കറിയൂടാ കേസ്. എനിക്ക് തോന്നുന്നു ഈ ഗെയിം നമുക്ക് കംപ്ലീറ്റ് ആകാൻ പറ്റൂലെന്ന് തോന്നുന്നു. ഇതാണ് സിലിണ്ടറിയുടെ അമ്മ. ശേടാ ഇതെന്താണല്ലേ? ഞാൻ വിചാരിച്ചിവിടെ എന്തോ ഇരിക്കാന്ന്. ഓക്കെ മാറങ്ങോട്ട്. ഇത് നല്ല ദേഷ്യം പറഞ്ഞ ഇതൊക്കെ ഒന്നും കിട്ടിയില്ല ഇത് നമുക്ക്. ഇത് കംപ്ലീറ്റ് ആകാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇരിപ്പുണ്ട്. ഇനി ഇതുവെല്ലാം വെച്ച് നമുക്ക് എന്തെങ്കിലും കുത്തി തുറക്കാനായിട്ട് പറ്റുമെന്ന് എനിക്കത് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും പോവുകയാണ്. അഥവാ തുറക്കാൻ പറ്റിയ നല്ല കാര്യമാണ്. ഓക്കെ അത്രയും ഞാൻ പറയുന്നു. എവിടെയായിരുന്നു നമുക്ക് തുറക്കേണ്ടത്? ഇത് പൊളിഞ്ഞുകൊണ്ടിട്ടുണ്ട്. നമുക്ക് ഏതൊരു ഡോറ് ലോക്കല്ലേ? ഈ ഡോറല്ലേ? അതെനിക്ക് അകത്തൊന്ന് കൂട്ടിയിട്ടണമെന്ന്. ഇവിടെ ഒരു ഡ്രെയിൻ ഏരിയ ഉണ്ട്. അങ്ങോട്ടപ്പം എങ്ങനെ പോണാ? ഇറങ്ങൂടാ ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് നോക്കി നോക്കാം. ഇങ്ങോട്ടൊന്നും വഴിയില്ല. അവിടെ നമുക്കപ്പോൾ എന്തോ ഒരു സാധനം അടിക്കാൻ ഗൈസ്. എന്നാലും പറ്റുമോ? നമുക്ക് പോയിട്ട് നമ്മുടെ ഗണ്ണില്ലേ, ഗണ്ണ് എടുത്തിട്ട് വരാം. ഗണ്ണ് വെച്ച് അടിക്കുമ്പോൾ അവിടെ ഡോറ് കണക്ക് തുറക്കും. അതിൻ്റെ അകത്ത് എന്തോ ഒരു തന്നിമത്തനും കണക്ക് ഇരിപ്പുണ്ടോ? ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ. അവൻ്റെ അകത്ത് തന്നിമത്തൻ ഇരിപ്പുണ്ട്. തന്നിമത്തൻ്റെ അകത്തായിരിക്കും മിക്കവാറും ഇനി വല്ലതും ഉള്ളതെന്ന് പറഞ്ഞല്ല. അതെനിക്കറിയാൻ പാടില്ല. നമ്മളിവിടെ പെട്ടുപോയി. ഇതിൻ്റെ വെളിയിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഇറങ്ങണത്? ഇവിടുന്ന് വഴിയുണ്ടല്ലോ. ഞാൻ അത് വിട്ടുപോയി. ഓക്കെ നമുക്കെന്തായാലും പോയി നമ്മുടെ വെപ്പൺ പോയി എടുത്തിട്ട് വരാം. വെപ്പൺ എവിടെയായിരുന്നു? എന്താ വെപ്പൺ എവിടെയോ കൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ഇതിലേക്കൂടെ നേരെ അടിയിൽ ഇറങ്ങാം ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ഈ ചെറിയ വഴി കൂടെ പോവാം. വെപ്പൺ നമ്മുടെ TV പറഞ്ഞ ഏരിയയില്ല, ഹാള് ആ ഏരിയയിലുണ്ടോ എന്തോ ആയിരുന്നു നമ്മുടെ വെപ്പൺ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുക. നമുക്ക് വേർ ഈസ് മൈ വെപ്പൺ വേറെ അറിയൂ? എടുക്കാൻ ഇനിയൊരു ഷോർട്ട് ഗൺ എവിടെയോ കൊണ്ടിട്ട് ഞാൻ. അയ്യോടെ ഷോർട്ട് ഗൺ എവിടെയാടാ? എനിക്ക് എന്തായാലും അത്യാവശ്യം വേണം കേസ്, അല്ലാതെ ശരിയാവത്തില്ലേ. ഷോർട്ട് ഗൺ ഇവിടെ കിടപ്പുണ്ട്. ഷോർട്ട് ഗൺ എടുക്കാം. നമുക്ക് നേരെ ഇതിൻ്റെ അടിയിൽ പോവാം. എന്നിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ അടിയിലും കൂടെ പോവാം. എന്നിട്ട് നേരെ മേളിൽ പോവാം. ഓക്കെ അല്ലാതെ എനിക്ക് വേറെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഗെയിം കംപ്ലീറ്റ് ആകാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഗൈസ്. ഓക്കെ നമുക്ക് തന്നെ നോക്കി നോക്കാം. കാക്കയിൽ വെച്ച് അടിച്ചു കൊല്ലാൻ പറ്റുമോ? അതിൻ്റെ അകത്തൊന്നും ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ കാക്ക ചെയ്തുകൊണ്ട് അടിച്ചു കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ. ഇതല്ലല്ലോ. ആ സ്ഥലം എവിടെയായിരുന്നു? അത് ഇവിടെ ആയിരുന്നു ഗൈസ്. ഓക്കെ ഈ ഒരു റൂം. ഓക്കെ ഇവിടെ നിന്നല്ല സോറി, ഇതുവഴി കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യണം. അത് തുറന്ന് തോക്കിൻ്റെ കാര്യം തീരുമാനമായി. യെസ് ഫ്രീ. ഇതെന്തൊരു ഫ്രീ സ്റ്റാപ്പ്? ഇത് വെച്ച് എന്ത് ചെയ്യാനാണ്?
എനിക്കറിഞ്ഞൂടാ. ഓ വുഡൻ സ്റ്റിക്ക്, ഇത് വെച്ച് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ മറ്റേ റൂമിലോട്ട് കയറാനുള്ള അതില്ല, അതാണ്. ഇതെന്ത് സംഭവം എന്ന് എനിക്കറിഞ്ഞൂടാ. ഇതെന്താണ്? അയ്യോ ഇതെന്താണ്? അയ്യോ ഞാൻ ഫ്രീസായി പോയടാ. ഓ എനിക്ക് തോന്നിയത് നമ്മുടെ സ്പൈഡറിനെ നമുക്കിത് വെച്ച് മിക്കവാറും ഫ്രീസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയായിരിക്കും മിക്കവാറും. അല്ലാതെ ഇതുകൊണ്ട് എന്ത് ഉപയോഗമാണ് എനിക്കറിയാൻ പാടില്ല. സ്പൈഡറിനെ ഇത് വെച്ച് ഫ്രീസ് ചെയ്യാനായിരിക്കും. നമുക്കിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മുടെ ഒരു ഏതാണ് സ്പൈഡറുള്ള ഒരു ഏരിയയിലോട്ട് പോകാം. മിക്കവാറും പണി കിട്ടാൻ പോണ. അല്ലാതെ ഇപ്പം എന്ത് നടക്കാനാണ്? സോറി, എന്തൊക്കെയോ സൗണ്ട് കേൾക്കാണ്. ഓക്കെ, ഇവിടെയാണ് സ്പൈഡർ കിടക്കണേന്ന് പറയണത്. അയ്യോ ഇതല്ലല്ലോ, സോറി, ഈ റൂമല്ല. സ്പൈഡർ കിടക്കുന്ന റൂം ഏതായിരുന്നു? അയ്യോ അതും ഞാൻ മറന്നുപോയി. സ്പൈഡർ കിടക്കുന്ന റൂം ഏതായിരുന്നു? സ്പൈഡർ ഇതിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു കേട്ടാ. സ്പൈഡർ ഇതിൻ്റെ അടിയിലല്ല, ഇവിടെ എവിടെയായിരുന്നല്ലോ. ശരിടാ, സ്പൈഡറല്ലേ സ്പൈഡർ കിടക്കണ റൂം ഞാൻ മറന്നുപോയി ഗൈസ്. ഓക്കെ ശരിടാ, എനിക്ക് തോന്നണല്ലോ ഗൈസ് ഈ ഗെയിം എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന്. ഞാൻ ഇപ്പോൾ കുറേ മണിക്കൂറായി ഇത് കംപ്ലീറ്റ് ആക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. എനിക്ക് തോന്നണം നമുക്ക് എന്തായാലും ഈ ഗെയിം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നണല്ലോ. ഓക്കെ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഗെയിം പ്ലേൻ്റെ ഒരു വീഡിയോ കണ്ടാലും നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒരു എസ്കേപ്പ് പോലും ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അത് നല്ല വിഷമമുണ്ട്. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും ചെയ്യാം ഗൈസ്. എന്തായാലും എന്തെങ്കിലും വേറൊരു എസ്കേപ്പ്. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ ഇതെന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അല്ലാതെ എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല ഗൈസ് എന്ത് ചെയ്യാനല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പം പുതിയൊരു കിടിലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.